വിഷമദ്യ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ മുൻകരുതലുകൾ സ്വീകരിക്കാൻ എക്സൈസ് കമ്മീഷണറുടെ ഉത്തരവ്. മുഴുവൻ ചെക്ക് പോസ്റ്റുകളിലും പരിശോധന ശക്തമാക്കണം. സംസ്ഥാനത്തേക്ക് വരുന്ന എല്ലാ വാഹനങ്ങളും നിരീക്ഷിക്കണമെന്നും നിർദ്ദേശം. വിവരങ്ങളുമായി VS അനുരാഗാണ് നമുക്കൊപ്പം ചേരുന്നത്. അനുരാഗ്, തമിഴ്നാട്ടിലെ കള്ളക്കുറിശ്ശിയിൽ വിഷമദ്യ ദുരന്തത്തിൽ മരണസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതീവ ദാരുണമായ ഒരു സംഭവം. ഇപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഒരു മുൻകരുതൽ എന്ന രീതിയിൽ കേരളത്തിൽ എക്സൈസ് കമ്മീഷണറുടെ ഇത്തരത്തിലൊരു ഉത്തരവ് വന്നിരിക്കുന്നത്. എന്താണ് വിശദാംശങ്ങൾ? അതിനെ സൂചിപ്പിച്ചതുപോലെ തമിഴ്നാട് കള്ളക്കുറിശ്ശിയിൽ ഉണ്ടായ വിഷമദ്യ ദുരന്തത്തിൽ നിരവധി പേർക്കാണ് ജീവൻ നഷ്ടമായത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് സംസ്ഥാനത്തും ജാഗ്രതാ നിർദ്ദേശത്തിന് ഇപ്പോൾ എക്സൈസ് കമ്മീഷണർ ഉത്തരവിറക്കിയിരിക്കുന്നത്. സംസ്ഥാനത്തെ മുഴുവൻ ചെക്ക് പോസ്റ്റുകളിലും പരിശോധന കർശനമാക്കണം. അതിനൊപ്പം തന്നെ ആവശ്യമെങ്കിൽ കൂടുതൽ ജീവനക്കാരെ താൽക്കാലികമായി നിയോഗിക്കേണ്ടതാണ്. സംസ്ഥാനത്തിനകത്തേക്ക് കടന്നുവരുന്ന എല്ലാ വാഹനങ്ങളും നിരീക്ഷിക്കണം. അതിനൊപ്പം സംശയമുള്ള വാഹനങ്ങൾ ഉണ്ടെങ്കിൽ കർശനമായി തന്നെ പരിശോധിക്കണമെന്നും ഈ ഉത്തരവിൽ പറയുന്നു. ഇന്നലെ പാലക്കാട് ജില്ലാതിർത്തിയിൽ സ്പിരിറ്റ് പിടികൂടിയ സാഹചര്യത്തിൽ മുൻ സ്പിരിറ്റ് വ്യാജമദ്യ കേസുകളിലെ പ്രതികളുടെ നിലവിലെ പ്രവർത്തനങ്ങൾ ഓഫീസർമാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ കർശനമായി തന്നെ നിരീക്ഷിക്കേണ്ടതാണ്. മുൻപ് വ്യാജമദ്യ ദുരന്തങ്ങൾ നടന്നിട്ടുള്ള മലപ്പുറം, കൊല്ലം തുടങ്ങിയ ജില്ലകളിൽ പ്രത്യേക ജാഗ്രത പുലർത്തണം. ബാറുകളുടെയും കള്ളുഷാപ്പുകളുടെയും പരിസരങ്ങളിൽ വ്യാജമദ്യ വിൽപ്പന നടക്കുന്നില്ലെന്നും അതിനൊപ്പം സ്പിരിറ്റോ മറ്റ് അനധികൃത വസ്തുക്കളോ കള്ളിൽ ചേർത്ത് വിൽപ്പന നടത്തുന്നില്ല എന്നും അതാത് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർമാർ ഉറപ്പുവരുത്തേണ്ടതാണ്. സംശയമുള്ള സ്ഥാപനങ്ങളിൽ നിന്നും സാമ്പിൾ ശേഖരിച്ച് മേഖലാ മൊബൈൽ ലാബിൽ കൊടുത്ത് പരിശോധിക്കണമെന്നും ഉത്തരവിൽ എക്സൈസ് കമ്മീഷണർ വ്യക്തമാക്കുന്നുണ്ട്. അനധികൃത വസ്തുക്കൾ കണ്ടെത്തിയാൽ അടിയന്തര നടപടി തന്നെ സ്വീകരിക്കണം. പാലക്കാട് നിന്നും പെർമിറ്റ് പ്രകാരം കൊണ്ടുവരുന്ന കള്ള് പ്രത്യേകം തന്നെ പരിശോധിക്കേണ്ടതാണ്. അതുപോലെ ഒപ്പം തന്നെ തിരുവനന്തപുരം, പാലക്കാട്, വയനാട്, കാസർഗോഡ് എന്നീ ജില്ലകളിൽ അതിർത്തി മേഖലകളിൽ പ്രവർത്തിക്കുന്ന കെമു യൂണിറ്റുകൾ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കണം. അതിനൊപ്പം തന്നെ ബൈറൂട്ടിൽ വരുന്ന വാഹനങ്ങൾ കർശനമായി പരിശോധിക്കേണ്ടതുണ്ട്. എല്ലാ ജില്ലകളിലും ഹൈവേ പട്രോളിംഗ് ടീമിന്റെ വാഹന പരിശോധനയും ശക്തമാക്കണം. പെർമിറ്റ് പ്രകാരം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കടത്തിക്കൊണ്ടുവരുന്ന സ്പിരിറ്റ് ആയാലും വിദേശ മദ്യമായാലും അവയുടെ രേഖകൾ, വാഹനത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവ കൃത്യമായി തന്നെ പരിശോധിച്ച ശേഷം മാത്രമേ കേരളത്തിലേക്ക് കടത്തിവിടാവൂ എന്നുള്ള നിർദ്ദേശം കൂടി എക്സൈസ് കമ്മീഷണർ ഉത്തരവിൽ ഉണ്ട്. ശരി, തമിഴ്നാട്ടിലെ വിഷമദ്യ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ മുൻകരുതലുകൾ സ്വീകരിക്കാൻ ഇപ്പോൾ എക്സൈസ് കമ്മീഷണറുടെ ഉത്തരവുണ്ടായിരിക്കുകയാണ്. മുഴുവൻ ചെക്ക് പോസ്റ്റുകളിലും പരിശോധന ശക്തമാക്കണമെന്നാണ് നിർദ്ദേശം. ഒപ്പം സംസ്ഥാനത്തേക്ക് വരുന്ന എല്ലാ വാഹനങ്ങളും നിരീക്ഷിക്കണമെന്നും നിർദ്ദേശമുണ്ട്. വിവരങ്ങളുമായി നമുക്കൊപ്പം ഉണ്ടായിരുന്നത് S അനുരാഗ് ആയിരുന്നു.